കോട്ടയം ജില്ലയിലെ പ്രമുഖ പട്ടണമായ പാലാ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമാണ് പാലാ പ്രവിത്താനം ടൗണ്. ആ പ്രവിത്താനം ടൗണിൽ ഇന്ന് തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഉച്ചയോടടുത്ത് അവിടെ അടുത്ത് ഒരു ആഞ്ഞിലി മരത്തിൻ്റെ ആ ഭാഗത്തു കൂടെ കാറ്റ് കടന്നു പോവുകയായിരുന്നു. വളരെ വലിയ ഉയരത്തിൽ നിന്ന ആഞ്ഞിലിയെ കടപുഴക്കി കാറ്റ് വീഴിച്ചു. തൊട്ടടുത്ത് നിന്ന വൈദ്യുതി തൂണിലോട്ടാണ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ആഞ്ഞിലിമരം വീണത്. അപ്പോൾ തന്നെ ഇതിൻ്റെ ശക്തിയിൽ ഇലക്ട്രിസിറ്റി ആ ലൈനും തൂണും വീണത് കൂടാതെ വലിഞ്ഞ് 7ഓളം വൈദ്യുതി തൂണുകളാണ് ഇപ്പോൾ ഈ നിരയായി വീണ് കിടക്കുന്നത്. ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ല. സ്വകാര്യ വ്യക്തികൾ വഴിസൈഡിൽ വെച്ചിരുന്ന സ്കൂട്ടറിൻ്റെ മുതുകത്തെല്ലാം ഈ ലൈൻ വീഴുകയും പോസ്റ്റ് വീഴുകയും സ്വകാര്യ വ്യക്തികളുടെ ഇരുചക്ര വാഹനങ്ങളുമെല്ലാം തകരുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ പോലീസിനെ അറിയിക്കുകയും ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തു. ഈ അടുത്ത ദിവസങ്ങളെല്ലാം ഇവർക്കെല്ലാം വളരെ തിരക്ക് പിടിച്ച പണികളാണ്. പ്രകൃതി നാശനഷ്ടങ്ങളുണ്ടാക്കുന്ന ഓടിച്ചെല്ലേണ്ടത് പോലീസും ഫയർഫോഴ്സുമാണല്ലോ. ഇന്നലെ രാമപുരം വെള്ളാപ്പള്ളി അയങ്കൊമ്പ് ഭാഗത്തും വീശിയടിച്ച് ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയെല്ലാം ഫയർഫോഴ്സും പോലീസും ചെന്ന് സ്തുത്യർഹമായ സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവിത്താനം കുരിശുപള്ളിയുടെ സമീപത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ അറിയിച്ചതിന് ഫയർഫോഴ്സ് വരികയും മരങ്ങളുടെ ചില്ലകളിൽ വെട്ടിമാറ്റി ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തുകയും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ത്വരിതഗതിയിൽ സ്വീകരിക്കുകയും ചെയ്തു. ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മഴക്കോട്ട് വിട്ടുകൊണ്ടാണ് ഈ ഭാഗത്തെല്ലാം ഇതിൻ്റെ പൂർത്തീകരണ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പ്രവിത്താനം കുരിശുപള്ളിയുടെ സമീപമാണ് ഇങ്ങനെ അടിച്ചില്ല് വീണ് കിടക്കുന്ന പോലെ വൈദ്യുതി തൂണുകളെല്ലാം വീണ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗതാഗതം പൂർണ്ണമായിട്ട് തന്നെ നിലച്ചിട്ടുണ്ട്.